ഇതിൽ ജാതി മത രാഷ്ട്രീയ ഭേദം ഒന്നുമില്ലാതെ മനുഷ്യത്വം മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ ഒരു കൊടിയേ ഉള്ളൂ. അത് മനുഷ്യത്വത്തിൻ്റെ പതാകയാണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. തീർച്ചയായും അത് ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു രക്ഷാകേന്ദ്രം കൂടിയായിരിക്കും. അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് നാടിന് സമർപ്പിക്കുന്നതോടുകൂടി സർവ്വമതക്കാർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെട്ട പൊതു സ്വഭാവമുള്ള സേവനങ്ങളായിരിക്കും പെരിന്തൽമണ്ണ CH സെൻ്ററിലൂടെ ഞങ്ങൾ നൽകാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ടു നിൽക്കുന്ന പേരാണ് CH സെന്റർ. ജാതിയുടെയോ മതത്തിന്റെയോ കൊടിയുടെയോ നിറം നോക്കാതെയുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് CH സെന്ററിനെ വേറിട്ട് നിർത്തുന്നതും. പെരിന്തൽമണ്ണയിലും CH സെന്റർ യാഥാർത്ഥ്യമാവുകയാണ്. പെരിന്തൽമണ്ണക്കാർ വളരെ ആവേശത്തോടെയാണ് CH സെന്ററിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നതും. നാളെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ CH സെന്റർ നാടിന് സമർപ്പിക്കുമ്പോൾ പെരിന്തൽമണ്ണയിലെ പാവപ്പെട്ട രോഗികൾക്ക് അതൊരു ആശ്രയ കേന്ദ്രമായി തീരും എന്നതിൽ സംശയമില്ല. ആതുര ചികിത്സയും പരിപാലനവും തേടിയെത്തുന്നവർക്ക് ആശ്രയമായാണ് CH സെന്റർ പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമാകാൻ ഒരുങ്ങുന്നത്. CH സെന്റർ നാളെ ഉദ്ഘാടനത്തിനൊരുങ്ങുന്നതിന്റെ ആവേശത്തിലും ആത്മസംതൃപ്തിയിലുമാണ് സംഘാടകരും നേതാക്കളും. വളരെ വിഷനോടുകൂടി സെറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ, വാർദ്ധക്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ പ്രശ്നമായി നിൽക്കുകയാണ്. പലപ്പോഴും വാർദ്ധക്യത്തിൽ മക്കളുടെയൊക്കെ ഒരു മൈഗ്രേഷനൊക്കെ വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ ഉപേക്ഷിക്കപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കൂടുകയാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരു തണലാകാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പല അപകടങ്ങളിലും ഫിസിയോതെറാപ്പിയുടെ സഹായം കിട്ടാതെ വീടുകൾക്ക് മുറിയിൽ അടച്ചിട്ട് പോകേണ്ട മനുഷ്യരുടെ ദുഃഖം, അതെല്ലാത്തിനും ഒരു അഡ്രസ്സ് ചെയ്യുന്ന പരിഹാരമാകുന്ന ഒരു വലിയ കേന്ദ്രമാവുകയാണ്. ഇതിൽ ജാതി മത രാഷ്ട്രീയ ഭേദം ഒന്നുമില്ലാതെ മനുഷ്യത്വം മാത്രം ഉയർത്തിപ്പിടിക്കുന്നത് ഇവിടെ ഒരു കൊടിയേ ഉള്ളൂ. അത് മനുഷ്യത്വത്തിൻ്റെ പതാകയാണ്. അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ഹോസ്പിറ്റൽ സിറ്റിയാണ്. ധാരാളം രോഗികൾ ജില്ലയ്ക്ക് പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്കെല്ലാം ഒരു ആശയ കേന്ദ്രമായി, ഒരു കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവിടെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. തീർച്ചയായും അത് ഇവിടുത്തെ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പാവപ്പെട്ട ആളുകൾക്കുള്ള ഒരു രക്ഷാകേന്ദ്രം കൂടിയായിരിക്കും. പെരിന്തൽമണ്ണ CH സെൻ്റർ വിവിധ സൗകര്യങ്ങളോടുകൂടി ആതുര ശുശ്രൂഷ രംഗത്ത് ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയ്ക്ക് സമർപ്പിക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതിന് നേതൃത്വം കൊടുത്തവരൊക്കെ ചിലപ്പോൾ പാർട്ടികളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിൻ്റെ ആളുകളായിരിക്കാം. അഭിനന്ദനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇത് നാടിന് സമർപ്പിക്കുന്നതോടുകൂടി സർവ്വമതക്കാർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും അവകാശപ്പെട്ട പൊതു സ്വഭാവമുള്ള സേവനങ്ങളായിരിക്കും പെരിന്തൽമണ്ണ CH സെൻ്ററിലൂടെ ഞങ്ങൾ നൽകാൻ വേണ്ടി പോകുന്നത്. ഹോസ്പിറ്റൽ സിറ്റി എന്ന് പറയുക ഒരുപാട് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിലെ എല്ലാവിധ ഭാഗങ്ങളും എല്ലാവിധ ആശംസകളും എല്ലാവിധ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരനെ അവൻ അറിയിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ വളരെയധികം ആക്സിഡൻ്റ് ആയിട്ടും ഫിസിയോതെറാപ്പി വേണ്ടി വരുന്ന, ഡയാലിസിസ് വേണ്ടി വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം CH സെൻ്റർ ഒരു അഭിമാനമാണ്. അവരുടെ ഒരു ആശാ കേന്ദ്രമാണ്. തീർച്ചയായും ഈ ആശാ കേന്ദ്രം ഇനിയും ഇത് വികസിച്ച് മറ്റു പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്താൻ കഴിയും. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും, ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് 4 നില ബിൽഡിങ്ങിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പാവപ്പെട്ട രോഗികൾക്ക് ഫാർമസി, ക്ലിനിക്കൽ സൗകര്യം, അതുപോലെ തന്നെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊരു പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃകാ സ്ഥാപനമായി മാറും എന്നുള്ളത് യാതൊരു സംശയമില്ല. പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ CH സെൻ്ററിന് ചില പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ പൂർണ്ണതയിൽ എത്തിക്കഴിഞ്ഞാൽ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയ രോഗികളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അവസാന ശ്വാസം വരെ ഒരു കൃത്യമായ പരിചരണം, അവരെ പ്രയാസത്തിൽ കുടുംബത്തിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു പരിചരണം നൽകുന്ന ഒരു സെൻറ്റർ കൂടിയായി മാറുകയാണത്. കേരളത്തിലുടനീളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹത്തായ ഒരു സംരംഭമാണ് CH സെൻ്റർ. പെരിന്തൽമണ്ണയിൽ, ആശുപത്രിയുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ നാളെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ നിറവേറ്റാൻ കഴിയും. എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പെരിന്തൽമണ്ണയിൽ CH സെന്റർ യാഥാർത്ഥ്യമാകുന്നതിന് പുറകിൽ KMCCയുടെയും ഒരു വലിയ പങ്കു തന്നെയുണ്ട്. KMCCയുടെ പ്രവർത്തകരാണ് നമ്മോടൊപ്പം ഉള്ളത്. പെരിന്തൽമണ്ണ CH സെൻ്റർ യാഥാർത്ഥ്യമാകുമ്പോൾ ഞങ്ങൾ KMCCക്കാരെ സംബന്ധിച്ചിടത്തോളം
അത് ഞങ്ങളുടെ വലിയ അഭിമാനവും അതിലേറെ ഭാരിച്ച ഉത്തരവാദിത്വമാണ്. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള CH സെൻ്റർക്ക് വേണ്ടി ഇതുവരെയും പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ സ്വന്തം നാട്ടിൽ തന്നെ, അതും ആശുപത്രികളുടെ നഗരമായ പെരിന്തൽമണ്ണയിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികൾ എത്തുന്ന പെരിന്തൽമണ്ണയിലെ അവർക്ക് കൈത്താങ്ങാവുന്ന CH സെൻ്ററിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. പെരിന്തൽമണ്ണ CH സെൻ്റർ ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ നിൽക്കുന്ന KMCCയുടെ നേതാക്കളെ ഓർമ്മിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും KMCCയുടെ ഓരോ പ്രവർത്തകൻ്റെയും വിയർപ്പും അവരുടെ അധ്വാനവുമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത വർണ്ണ വർഗ വിവേചന ഭേദമന്യേ ഏതൊരു മനുഷ്യനും ആശ്രയ കേന്ദ്രമായി തീരുന്ന CH സെന്ററിനായി 10 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടുനൽകിയത് കാപ്പ് വെട്ടത്തൂർ സ്വദേശി PV മുഹമ്മദ് അലി ഹാജിയുടെ ഓർമ്മയ്ക്കായി മക്കളായ എമറാൾഡ് ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ ഹാജി, ഡയറക്ടർ ഫൈസൽ എന്നിവർ ചേർന്നാണ്. കഴിയുന്നതും എപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, ഡോണ്ട് കീപ്പ് ഇറ്റ് പെൻഡിങ്. ഒരു പക്ഷേ സമയം അനുഭവിച്ചില്ല എന്ന് പറയും, അനുഭവത്തിലൂടെ പറയുന്നത്. എഗെയിൻ എൻ്റെ വാപ്പാൻ്റെ ഒരു ചരിത്രം, അത്യാവശ്യം കഴിവും കാര്യങ്ങളും എല്ലാം എത്തുന്നൊരു ഫാമിലിയാണ് നമ്മൾ. പക്ഷേ അങ്ങനെ കോവിഡ് സിറ്റുവേഷനിൽ ഞങ്ങൾ വളരെ സഫർ ചെയ്തു. ഫാദറിൻ്റെ ലാസ്റ്റ് റിച്വൽസിനെല്ലാം വളരെ ബുദ്ധിമുട്ടി. അന്നേ മനസ്സിൽ വിചാരിച്ചാണ് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ നാട്ടിൽ അത് നമ്മൾ ചെയ്യും എന്നുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. നജീബ് കാന്തപുരം MLA, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, എമറാൾഡ് ഗ്രൂപ്പ് ചെയർമാൻ അബൂബക്കർ ഹാജി, ഡയറക്ടർ ഫൈസൽ തുടങ്ങിയവർ ചേർന്ന് സ്ഥലം കൈമാറ്റം നിർവഹിച്ചു. സ്ഥലം കൈമാറൽ ചടങ്ങ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. CH സെന്റർ പ്രസിഡന്റ് KPM മജീദ് MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CH സെന്റർ വൈസ് പ്രസിഡന്റ് നാലകത്ത് സൂപ്പി, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസ്തഫ, ട്രഷറർ മുഹമ്മദ് ഈസ, അൽഷിഫ ഗ്രൂപ്പ് ചെയർമാൻ P ഉണ്ണീൻ, സക്കീർ, AK നാസർ, റഫീഖ്, ദുബായ് KMCC പ്രസിഡന്റ് ഷക്കീർ അരക്കുപറമ്പ്, KMCC അബുദാബി ഭാരവാഹി മജീദ് അണ്ണാൻതൊടി, ജിദ്ദ KMCC ഹുസൈൻ കരിങ്കര, ബഹ്റൈൻ KMCC ഹബീബ് പട്ടിക്കാട്, ഫുജൈറ KMCC ഹനീഫ ഇടുവമൻ, മറ്റു KMCC നേതാക്കൾ കുറ്റീരി മാനുപ്പ, MS അലവി തച്ചനാട്ടുകര, അബൂബക്കർ ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ആധുനിക ജീവിതത്തിന്റെ അസൗകര്യങ്ങളിൽ വലയുന്നവർക്കും പാവപ്പെട്ട രോഗികൾക്കുമായി തികച്ചും നവീന മാതൃകയിലുള്ള മയ്യത്ത് പരിപാലനം, വയോജന പരിപാലനം, ഫിസിയോതെറാപ്പി സെന്റർ, സൗജന്യ ഭക്ഷണം, ഫാർമസി സൗകര്യം തുടങ്ങിയവയെല്ലാം ഒരുക്കിയാണ് CH സെന്റർ പെരിന്തൽമണ്ണക്കാർക്കായി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിക്ക് സമീപം നഗരത്തിന്റെ ഹൃദയഭാഗത്തായി സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്കെല്ലാം സൗകര്യാർത്ഥം എത്തിപ്പെടാൻ സാധിക്കുന്നിടത്താണ് CH സെന്ററിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. മയ്യത്ത് പരിപാലനം, വയോജന പരിപാലനം, സൗജന്യ ഭക്ഷണ വിതരണം, ഫിസിയോതെറാപ്പി സെന്റർ തുടങ്ങിയവ ഉൾപ്പെടുത്തി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് CH സെന്റർ പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമാകുന്നത്. അശരണരായ നിരവധി പേർക്ക് ഇതൊരു കൈത്താങ്ങാകും എന്നത് ഉറപ്പാണ്. UGS ഗ്രൂപ്പ്, സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്.